കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം, കുട്ടിക്ക് നല്ല രൂപത്തിൽ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, നല്ലോണം സ്കോർ ചെയ്യണം, ഇനി വരുന്ന എക്സാമിൽ എന്തായാലും A+ കിട്ടണം എന്നുള്ളൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെയാണ് ഇനിയുള്ള ദിവസം, ഒരു 24 ദിവസം, 2 ആഴ്ച സമയം മാത്രമേ എക്സാമിനുള്ളൂ. ഈ എക്സാമിനുള്ള സമയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു ആവലാതി, പേടി. അപ്പോൾ ഈ കുട്ടിയോട് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തു. നിങ്ങളോടും പറയാനുള്ളൊരു കഥയാണ്. ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിൻ്റെ ഒരു കഥ. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, വായിച്ചു കാണാം ഈ കഥയെക്കുറിച്ച്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്, എങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ വിജയത്തിലേക്ക് എത്താം എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമായിട്ടാണ് ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിൻ്റെ കഥയുള്ളത്. ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ലെവൽ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ, സൈക്ലിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ടീമായിരുന്നു ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം. അവരുടെ ഫോട്ടോ ആണ്, പണ്ടത്തെ ഫോട്ടോ ആണ് സ്ക്രീനിൽ കാണുന്നത്. 4 പേരുള്ള ഒരു ഫോട്ടോ ആണ്. അവരുടെ സൈക്കിളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസോ അറേഞ്ച്മെന്റ്സോ ഒന്നും അവരുടെ കയ്യിലില്ല. ചെറിയ രൂപത്തിലുള്ള ഒരു സൈക്കിളൊക്കെയാണ് അവർക്ക് ഉള്ളത്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം മോഡിഫൈഡ് ആയിട്ടുള്ള ടീമൊന്നും അല്ല, ഒരു ലോക്കൽ ടീം എന്നൊക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊന്നും അവർക്ക് വിചാരിച്ച പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാ മത്സരങ്ങളിലും അവർ ഫെയിലായിട്ട് പോവാണ്. മറ്റു ടീമുകളൊക്കെ ഇവരെക്കാളും പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം തോൽക്കുന്നത് എന്നുള്ളത് വിശകലനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിൻ്റെ ക്യാപ്റ്റൻ പുതുതായിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരികയാണ്. അവർക്ക് എങ്ങനെങ്കിലും ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് അവരുടെ ക്യാപ്റ്റൻ ഡേവ് ബ്രെയിൽസ്ഫോർഡ്, ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടാൽ മനസ്സിലാവും, അവരുടെ ഇനിയുള്ള ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് അവരുടെ വിന്നിങ് സ്ട്രാറ്റജിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടാനുള്ള കാരണം ഉണ്ടായെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഡേവ് ബ്രെയിൽസ്ഫോർഡ് കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലണ്ടൻ 2012 നടന്ന വേൾഡിലെ തന്നെ ബെസ്റ്റ് സൈക്ലിംഗ് കോൺടെസ്റ്റിൽ അവർ വിന്നേഴ്സായിട്ട് മാറി. അപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ ഇത്. അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇതൊക്കെയായിരുന്നു. ബെറ്റർ ബൈക്ക് സീറ്റ്സ്. നോക്കൂ, വലിയ വലിയ മാറ്റങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ. അവർ ബൈക്കിന്റെ സീറ്റുകളുടെ പൊസിഷൻ ഒന്ന് മാറ്റി, ആംഗിൾ ഒന്ന് ചെറുതായി ടിൽറ്റ് ചെയ്തു. സ്ലൈഡ് ചേഞ്ച് ഇൻ ദ ഹെൽമെറ്റ് ഷേപ്പ്. ഹെൽമെറ്റ് നേരത്തെ ഉണ്ട് കേട്ടോ, ഹെൽമെറ്റ് നേരത്തെ ഉണ്ട്, പക്ഷെ അതിന്റെ ഷേപ്പ് ഒന്ന് അവർ മാറ്റി. ബെറ്റർ സ്ലീപ്പ് ഹാബിറ്റ്സ്. ഇതെല്ലാം ഒറ്റയടിക്ക് കൊണ്ടുവന്ന മാറ്റങ്ങളല്ല, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അവർ പതിയെ പതിയെ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. സോ ബെറ്റർ സ്ലീപ്പ് ഹാബിറ്റ്സ് കൊണ്ടുവന്നു. അവര് അവരുടെ ടീം മേറ്റ്സിനോടും നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് റൊട്ടീനൊക്കെ കൽപ്പിച്ചു കൊടുത്തു. ഈ റൊട്ടീനിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങിയാലേ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. സോ ബെറ്റർ സ്ലീപ്പ് ഹാബിറ്റ്സ് പറഞ്ഞു കൊടുത്തു. ക്ലീനിങ് ഹാൻഡ്സ് പ്രോപ്പർലി ടു അവോയ്ഡ് ഇൽനെസ്. നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് രോഗം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല അല്ലെ. ഇതൊക്കെ പ്രിക്വേഷൻസ് ആയിട്ട് അവർ എടുക്കുന്നതാണ്. ഫൈൻഡിങ് ദ ബെസ്റ്റ് പില്ലോ ഫോർ ഈച്ച് സൈക്ലിസ്റ്റ്. ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഓരോ മെമ്പേഴ്സിനും ആദ്യമേ എന്തുണ്ട്, പില്ലോസ് ഉണ്ട്. പക്ഷെ ഓരോരുത്തർക്കും പറ്റിയ പില്ലോസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് അത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ക്യാപ്റ്റൻ വരുത്തിക്കൊണ്ടേ. നോക്കൂ, ഇപ്പൊ ഈ സീറ്റിന്റെ കേസ് ആണെങ്കിൽ ചെറിയ ആംഗിൾ മാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. ഹെൽമെറ്റിന്റെ ഷേപ്പിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയിട്ടേ ഉള്ളൂ. അല്ലാതെ വലിയ ബ്രാൻഡഡ് ഹെൽമെറ്റ് കൊണ്ടുവന്നൊന്നുമല്ല അവർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നപ്പോൾ അവർക്ക് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ബ്രിട്ടനാണ് ഫസ്റ്റ് എത്തിയത്. ആൻഡ് 2012 ലണ്ടൻ ഒളിമ്പിക്സിന്റെ ഫോട്ടോ നമ്മൾ കണ്ടു. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അവർ ഒന്നാമതെത്തി. 2016 റിയോ ഒളിമ്പിക്സിലും അവർ ഈ പറഞ്ഞ ആധിപത്യം സ്ഥാപിച്ചു. അവർ ഒന്നാമതായിട്ടെത്തി. അപ്പൊ ഇതില് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠം, സയന്റിഫിക് വേൾഡ് പറയുന്ന ഒരു തിയറി ഉണ്ട്. 1% ബെറ്റർ എവറി ഡേ. എല്ലാ ദിവസവും 1% ബെറ്റർ ആയിട്ട് മാറുക. എങ്ങനെ? എല്ലാ ദിവസവും 1% ബെറ്റർ ആയിട്ട് മാറുകയാണെങ്കിൽ, അതായത് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് മേക്ക് എ ബിഗ് ഡിഫറൻസ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് വലിയ ഒരു വിന്നിലേക്ക് നിങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനിയുള്ള 2 ആഴ്ച സമയം ഓരോ ദിവസവും ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക.
മാത്സിൽ 10 പ്രോബ്ലംസ് ആണ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ ദിവസവും ഒരു 5 വർക്ക്ഔട്ട്സ് കൂടുതൽ ചെയ്യുക, 5 പ്രോബ്ലംസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1% എവറി ഡേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വർഷം കഴിയുമ്പോൾ, ഇത് സയന്റിഫിക് വേൾഡ് പറയുന്ന, സൈക്കോളജി പറയുന്ന ഒരു കണക്കാട്ടോ, 1% ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ ഒരു വർഷം നിങ്ങൾ 37 ടൈംസ് നിങ്ങൾ ബെറ്റർ ആവും അല്ലേ? എന്നാൽ ഇതേ പ്രശ്നം 1% നിങ്ങൾ വേഴ്സൺ ആവുകയാണെങ്കിൽ, നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന അത്രത്തോളം ഇല്ലാതെ 1% നിങ്ങൾ ബെറ്റർ അല്ലാതെ പോവുകയാണെങ്കിൽ, നിങ്ങൾ വീണ്ടും മോശമായി പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ ഫെയിലിയറിലേക്കാണ് എത്തുക. പക്ഷേ 1% മതി ഒരു ദിവസം, അതായത് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒരു ദിവസം വരുത്തിയാൽ മതി. 37 ടൈംസ് നിങ്ങൾ ഒരു വർഷം ഇമ്പ്രൂവ് ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള 2 ആഴ്ച ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ സ്വാഭാവികമായിട്ടും വലിയ വലിയ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. വലിയ വലിയ മാറ്റം വരുത്തുന്ന ആയിരിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ ചെയ്യണം, ഞാൻ എന്തായാലും ഇനി പഠിക്കും, നന്നായിട്ട് പഠിക്കും എന്നൊക്കെ നമ്മൾ കുറേ പ്ലാൻ ചെയ്യും, അവസാനം ഒന്നും ഉണ്ടാവില്ല. പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. പ്ലാനിങ് ഡെയിലി നടക്കുന്നില്ലെന്ന് പറയില്ലേ, അതുപോലെ പ്ലാനിങ് ഡെയിലി നടക്കും, ഒരു വർക്കും ഒരു ഔട്ട്പുട്ടും അവിടെ കാണില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്ന സംഗതികളുണ്ടല്ലോ, മാത്സിലെ പ്രോബ്ലംസ് ഓരോന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, അത് കുറച്ചധികം പ്രോബ്ലംസ് ഓരോ ദിവസം ചെയ്യുക. ഇന്നിപ്പോൾ 3 പ്രോബ്ലംസ് ആണ്, 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ നാളെ 4 5 ചെയ്യുക. അങ്ങനെ 1-2 അഡീഷണൽ എഫേർട്ടുകൾ ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ട് പോവുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത് തന്നെ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണോ എക്സാം ഹാളിൽ ചെയ്യുന്നത് അത് രൂപത്തിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും, നമുക്ക് എവിടെയാണ് ടൈം ഷോർട്ടായിട്ട് വരുന്നത്, എവിടെയാണ് നമ്മൾ പതറിപ്പോകുന്നത്, എക്സാമിന്റെ അവസാന ഘട്ടങ്ങളിൽ എനിക്ക് എത്രത്തോളം സ്പീഡായിട്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഏത് തിയറിയിലാണ് എനിക്ക് പ്രോബ്ലംസ് വരുന്നത്, എന്തിലാണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇനി കൂടുതൽ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതാണ്, ഇതൊക്കെ നമ്മൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഓരോ ദിവസവും കുറച്ചധികം ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ ചെറുതായിട്ട് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടാർഗറ്റിൽ ഈസി ആയിട്ട് എത്താൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മറ്റൊരു സംഗതി ഇവിടെ ഉണ്ട് കേട്ടോ, ക്രോസ് പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ എന്നാണ്. അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചു, നമ്മുടെ കുട്ടികൾക്ക് പറയുന്ന സംഗതി നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ ഈ പ്രീ മോഡൽ എക്സാം വന്നു, നന്നായിട്ട് പഠിച്ചു, എന്തായാലും ഫുൾ A+ വേണം എന്നുള്ള ടാർഗറ്റോട് കൂടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് പഠിച്ചു, പക്ഷേ മാർക്ക് കിട്ടിയില്ല, വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടിയില്ല. അവിടെ ഡൗൺ ആവണോ വേണ്ടത്? അവിടെ ഡൗൺ ആയി കഴിഞ്ഞാൽ അടുത്ത വരുന്ന പബ്ലിക് മെയിൻ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ മോഡൽ എക്സാം ഉണ്ട്, അവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. എന്നാൽ പ്രീ മോഡൽ എക്സാമിന് എന്ത് പ്രശ്നമാണോ എനിക്ക് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സ്റ്റെപ്പുകളൊക്കെ വിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകളൊക്കെ ഈസിലി കയറി പോകാൻ പറ്റും. അതാണ് ആക്ച്വലി ഇത് പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിൽ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റ് കാണാൻ പറ്റും. ഒരു ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നത്. ഇവിടെ നമ്മൾ എത്രത്തോളം ടൈം അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ഇടുന്നു അതിനുള്ള റിസൾട്ടുകൾ ഇവിടെ ഉണ്ടാവും. കുറേ ടൈം കുറേ വർക്ക് എടുത്തിട്ടും നമുക്ക് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു 90% 80% അവിടെ ഡിസപ്പോയിന്റ് ആയിട്ട് പോകും അല്ലേ? ഇനിയിപ്പോൾ വർക്ക് ചെയ്തൊന്നും കാര്യമില്ല, ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടാത്ത റിസൾട്ട് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകും. അതാണ് ഈ വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റ്. എന്നാൽ ഈ വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റിനെ ഓവർകം ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ സ്വാഭാവികമായിട്ടും റിസൾട്ടിൽ അവർ വിൻ ചെയ്യുന്നത്. അവരുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റിലൂടെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അതായത് കുറെ പഠിച്ചു, മാർക്ക് കിട്ടുന്നില്ല, A+ കിട്ടുന്നില്ല, അവിടെ ഡൗൺ ആവരുത് മക്കളെ. ഇനിയുള്ള ദിവസം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എവിടെയാണോ പ്രോബ്ലംസ് വരുന്നത് ആ ഏരിയാസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് അതൊന്നുകൂടെ റിവൈസ് ചെയ്ത് ഒരു റിവിഷൻ മാപ്പ് ഉണ്ടാക്കി ഏത് പ്രോബ്ലംസ് കൂടുതൽ, ഏത് ടോപ്പിക്സ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ഓവർകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൽ കൃത്യമായിട്ട് എത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. സോ 3 പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നോ ഇംപ്രൂവ്മെന്റ് ഈവൻ ഐ സ്റ്റഡി ഫോർ 10 days. ഇതൊക്കെയാണ് സാധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. 10 ദിവസമായിട്ടും എനിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, അല്ലെങ്കിൽ സ്റ്റഡി ഫോർ എൻ എക്സാം ഡിഡ്ന്റ് ഗെറ്റ് ദ ഡിസൈർഡ് റിസൾട്ട്, ഐ ഫോർഗെറ്റ് വാട്ട് ഐ സ്റ്റഡി. പഠിച്ചൊക്കെ മറന്നു പോവാണ്, കുറെ പഠിച്ചു, എക്സാമിന് ഹാളിൽ എത്തിയാൽ ഒന്നും കിട്ടുന്നില്ല, എല്ലാം മറന്നു പോവാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവിടെ ഡിസപ്പോയിന്റ് ആയിട്ട് പോകരുത്, ഇവിടെ നിരാശപ്പെട്ടുകൊണ്ട് പോയാൽ യു വിൽ ബി ഫെയിൽഡ്, നിങ്ങൾ തോറ്റുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങൾ എഫേർട്ട് ഇടുക. ദ മോസ്റ്റ് പ്രാക്ടിക്കൽ വേ ടു ചേഞ്ച് ഹൂ യു ആർ ഈസ് ടു ചേഞ്ച് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന സംഗതികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിപ്പിടിക്കുക. മാത്സ് പഠിക്കുന്നത് ഒരാൾ കാണാപാഠം പഠിക്കുകയാണെങ്കിൽ അത് തെറ്റായ സ്ട്രാറ്റജിയാണ്. മാത്സ് എഴുതിയാണ് പഠിക്കേണ്ടത്, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ബയോളജി ഒരാൾ എഴുതി നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വൃത്തിയാക്കിയാണ് പഠിക്കേണ്ടത്, അത് തെറ്റായ സ്ട്രാറ്റജിയാണ്. ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കണം. അവിടെ ഹാൻഡ് റൈറ്റിങ്ങിനേക്കാൾ പ്രാധാന്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റിനാണ്. ഇംഗ്ലീഷ് പഠിക്കേണ്ടത് നമ്മൾ എന്താണ്? കുറെ സാഹിത്യം വലിച്ചു വാരി എഴുതുന്നതിന് കൂടെ തന്നെ നമുക്ക് അതിന്റെ ഗ്രാമർ കൃത്യമായിട്ട് അറിയണം. ഇല്ല എങ്കിൽ നമ്മൾ തോറ്റുപോകും. ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ എന്താണോ എവിടെയാണോ നമുക്ക് ഡ്രോബാക്സ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പഠിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി റീച്ച് ഓൺ യുവർ ഗോൾ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനിയുള്ള ദിവസം ഒരുപാടൊന്നും പഠിക്കണ്ട, പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും കുറച്ച് അധികം പഠിച്ച് അങ്ങനെ എക്സാമിന്റെ തലേ ദിവസം കൂളായിട്ട് എക്സാം ഹാളിൽ എത്തിയാലും എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും കൂൾ ഓഫ് ടൈം ഒക്കെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല മക്കളായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.